നമ്മൾ പുറത്തു വരുന്നത് സിനിമാ നടിമാരുടെയും മറ്റ് സെലിബ്രിറ്റികളുടെയൊക്കെ ഒരു കേസുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ലാതെ സാധാരണക്കാരൻ കൂടി ഇതിന് ഇരയാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒറിജിനാലിറ്റിയെ വെല്ലുന്ന രീതിയിലാണ് ഇത് പടച്ചു വിടുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ കൃത്യമായ ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഇതിനെതിരെ നമുക്ക് കൃത്യമായി ആരോട് പരാതി പറയണം, ഇതിൽ ഏത് രീതിയിലാണ് നടപടി എടുക്കുക, IT ആക്ട് അടക്കം ഉണ്ടെങ്കിൽ കൂടി ഇതിന് കൃത്യമായ ഇത്തരത്തിലുള്ള ഡീപ്പ് ഫേക്കിനെ നേരിടാനുള്ള ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം മറ്റ് ഇത് ലോകശ്രദ്ധയിലടക്കം കൊണ്ടുവന്നതാണ്. ഇതിനെതിരെയുള്ള നമുക്ക് ഓർമ്മയുണ്ടാവും, ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഇതിനെതിരെ പറഞ്ഞിട്ടുള്ളതുമൊക്കെയാണ്. എന്തിനേറെ പറയുന്നത് ഒബാമയുടെ ഒരു ട്രംപിനെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്ന ഒബാമയുടെ ഒരു വീഡിയോ വന്നിരുന്നു. പക്ഷേ പലരും അപ്പോൾ അതിശയപ്പെട്ടു, ഒബാമയുടെ ഒരു സംസാര ശൈലി ഇതല്ലല്ലോ എന്നുള്ളത്. പക്ഷേ അത് വിശ്വസിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇത് വന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് തന്നെ അതിന് വിശദീകരണം നൽകേണ്ടി വന്നു. അതുപോലെ തന്നെയായിരുന്നു നിർമ്മലാ സീതാരാമൻ്റെ കേസിൽ. അതുപോലെ തന്നെ നമ്മുടെ അമിത്ഷാ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ളൊരു ഭാഗം ഒരു വിഭാഗത്തിനെതിരെ എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചു.